ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് മരിച്ചവരാരും ആനയുടെ ആവാസ മേഖലയിൽ കടന്നിട്ടല്ല, അവരുടെ കൃഷിഭൂമിയിലേക്ക് വന്ന് ഇതാണ് ഉണ്ടായേക്കണത്. അപ്പൊ ഒരു കൃഷി പോലും ചെയ്ത് ജീവിക്കാൻ പറ്റൂല. എവിടെ താമസിക്കുന്നത്? കോട്ടപ്പടി, കോതമംഗലം, കോട്ടപ്പടി, കാവേരി ഒക്കെ അടുത്താണ്. അപ്പൊ ഈ കുരങ്ങ് മുതല് എല്ലാ വന്യജീവികളും, ഒരു ആന ഒത്തിരി ആളുകൾ കുടിക്കുന്ന ഒരു കുളത്തിൽ വീണു വാവേലില്. ആ കുളത്തിൽ വീണിട്ട് ആ ആനയെ ജനങ്ങള് ഇത് കെട്ടാനും ഇത് നന്നാക്കാനുള്ള ഇത് കൂടാണ്ട് സമ്മതിക്കാതെ വന്നപ്പോ 144 പ്രഖ്യാപിച്ച് അവരെ JCB കൊണ്ടുവന്ന് ആനയെ കയറ്റി. അത് കഴിഞ്ഞ് ഈ വടക്കം ഭാഗത്ത് അവിടെ ഒരു ആന വീണു കിണറ്റില്. അതും ഇതുപോലെ വന്ന് ആനേനെ കയറ്റി വിട്ടു. ആനയുടെ കാലയിലെ തൊലി പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ പേരിൽ കേസ്. ആനയുടെ കാലയിലേ മനുഷ്യൻ ചത്താലും കൊന്നാലും ഇതൊന്നും പ്രശ്നമില്ല, മനുഷ്യന് ഒരു വിലയില്ല. അതാണ് മേഖലയില്. അപ്പൊ ഈ ആനയെ വനപാലകരെ വനത്തെ സൂക്ഷിക്കണം, ആനയെ വനപാലകരെ വനത്തെ സൂക്ഷിക്കണം. എന്തോ അതിനുള്ള സംവിധാനം റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള വനപാലകരുടെ ജോലി, അതായത് വന്യമൃഗം വനത്തിൽ നിൽക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റേഞ്ച് ഓഫീസർക്കാണ്. ആ മൃഗം വനം വിട്ട് പുറത്തേക്ക് വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി റേഞ്ച് ഓഫീസറാണ്. അങ്ങനെയാണ് സംശയം കൊണ്ട് ചോദിച്ചത്. റേഞ്ച് ഓഫീസർക്കാണ് വന്യജീവി പുറത്തേക്ക് കടന്നു വന്നാലുള്ള അതിന്റെ മെയിൻ ഉത്തരവാദി റേഞ്ച് ഓഫീസറാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ റേഞ്ച് ഓഫീസർ നമ്മളൊരു പട്ടിയോ പൂച്ചയോ ഒരു അവരുടെ വനത്തിലേക്ക് കയറിയില്ല, അവര് നമ്മളെതിരെ കേസ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് വേണ്ടെന്ന്, ഞങ്ങൾക്ക് വനം വേണ്ട, ഞങ്ങൾ മടുത്തു, ഞങ്ങൾ പട്ടിണി, ഞങ്ങളുടെ പിള്ളേരെ കൊണ്ട് ജീവിക്കാൻ പാടുപെടുന്ന വനം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക്, അതായത് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ള സാധനത്തിന് സംരക്ഷിക്കുക, അതിൽ കൂടുതലുള്ള സാധനത്തിന് എന്ത് ചെയ്യണം? അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു 500-600 ആന ഒരു വനത്തിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്, ഇപ്പൊ 50-60 ആന ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്, കോട്ടപ്പാറ കൂപ്പിലുണ്ട്. അതിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാധനത്തെ ഞങ്ങൾ എന്ത് ചെയ്യണം? തെളിവ് തരും. ആവശ്യത്തിന് വനം വേണ്ടേ, വന്യജീവികൾ വേണ്ടെന്ന് വെച്ചാൽ വേണമെന്ന് തന്നെ ഉത്തരം. പക്ഷെ എവിടെ വന്യജീവികൾ വനത്തിൽ നിൽക്കണം, ഞങ്ങളുടെ പറമ്പിലല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ വീട്ടിൽ കൊണ്ടേ വളർത്തിക്കോ, അത്രേ ഉള്ളൂ. വന്യജീവികൾ വനത്തിൽ നിൽക്കണം. വനത്തിന്റെ അതിർത്തി അല്ല, പണ്ട് വനമായിരുന്ന സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നുള്ള. കാര്യം ചോദിക്കട്ടെ, ആനയുടെ മുമ്പിൽപ്പെട്ട ആനയ്ക്ക് അപരാധി എന്നോ നിരപരാധി എന്നുള്ള വിവേകമുണ്ടോ? അതായത് ചേട്ടൻ പറഞ്ഞേണ്ടത് ആന ഇത് അപരാധി, പോട്ടെ. അങ്ങനെയില്ല. നിലനിൽപ്പിന് നമ്മളുടെ കാര്യം തന്നെ. ഇപ്പൊ വൈഫിന് അപകടം പറ്റി, 3 വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല, പോകാൻ പറ്റുന്നില്ല, ഒരാളും കാശ് തരുന്നില്ല, നമ്മളപ്പോൾ സഫർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓരോ കാര്യം, നിങ്ങൾക്ക് ഓരോ കർഷകൻ അവൻ്റെ വീട്ടിലുള്ള ആഭരണങ്ങൾ വെച്ച് കഴിഞ്ഞു, ഇനി അവന് അത് വെച്ച് വേറെ അതിൻ്റെ പലിശ അടയ്ക്കാൻ വീണ്ടും ആഭരണങ്ങൾ വെക്കുന്നു. ഇത് കഴിഞ്ഞു, ഇനി ആത്മഹത്യയാണ്. നിങ്ങൾ ആത്മഹത്യ, കൂട്ടാത്മഹത്യകളുടെ ഗ്രാഫ് ഉയർന്നത് നിങ്ങൾ പരിഗണിച്ചിട്ടില്ല. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കർഷകനെ സംബന്ധിച്ച് വരുമ്പോൾ അവൻ്റെ കയ്യിൽ പണമില്ല. വനംവകുപ്പും വന്യജീവി വകുപ്പ് 2 വകുപ്പാക്കിയാലും നിങ്ങൾ ഈ പറയുന്ന പൈസയുടെ ഡിസ്ട്രിബ്യൂഷൻ മാത്രം സൊല്യൂഷൻ അല്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടാണ് പ്രശ്നം പരിഹരിക്കും. എന്തിന് നമ്മുടെ വന്യജീവി വകുപ്പ് തൊഴിലുറപ്പ് പോലും ഇതിന് സാധ്യതയുണ്ട്. നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുക, നമ്മൾ ആർക്ക് വേണ്ടി ഈ പരിസ്ഥിതി മൃഗങ്ങളെ സംരക്ഷിക്കുന്നത്? മനുഷ്യന് വേണ്ടി. അപ്പൊ മനുഷ്യൻ ജീവിച്ചിരുന്നാലേ മനുഷ്യന് കാര്യമുള്ളൂ. മനുഷ്യൻ മരിച്ചു പോയിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള കാര്യമുണ്ടോ? മൃഗങ്ങളെ സംരക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? അടുത്ത തലമുറയ്ക്ക് ജീവിക്കണം. ഞാൻ ഇപ്പൊ ജീവിക്കട്ടെ ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. നമുക്ക് മാത്രം ജീവിച്ചാൽ മതിയോ, ഭാവി തലമുറയ്ക്ക് ജയിക്കണമെന്ന് ചോദിച്ചത്. വന്യമൃഗങ്ങൾ ജീവിക്കണം. എവിടെ? വനത്തിൽ. പറഞ്ഞല്ലോ, വനത്തിനുള്ളിൽ നിൽക്കണം. പറയട്ടെ, വനത്തിനുള്ളിൽ നിൽക്കണം. പുറത്തിറങ്ങാൻ സാധ്യമല്ല. പുറത്തിറങ്ങിയാൽ ജനം കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ ഒരു സംശയം വേണ്ട. സമ്മതിക്കില്ല. വായിൽ പറഞ്ഞുകൊണ്ട് നടക്കാനുള്ളതേ ഉള്ളൂ. കൃഷി നശിപ്പിക്കാൻ വേണ്ടിട്ട് പന്നീനെ വെടിവെക്കാന്ന് പറഞ്ഞു. അതിന് ലൈസൻസിന്റെ തോക്കൊക്കെ ഉണ്ട്. അപ്പൊ പന്നി ഗർഭിണിയാണോ പരിശോധിച്ചിട്ട് വെടിവെക്കാൻ പറ്റുള്ളൂ. ആക്രമണകാരിയായ പന്നിയെന്നായിരുന്നു പറഞ്ഞത്. ആക്രമണകാരിയായ പന്നി ആക്രമണകാരി തന്നെയാ. വനത്തിൽ വെച്ചാൽ മതി. എന്റെ പറമ്പിൽ മനസ്സിലായോ? ഈ പന്നിയെ വെടിവെക്കുന്നതിനെതിരെ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് റദ്ദാക്കണമെന്നും പറഞ്ഞ് ബഹുമാനായ MN ജയേന്ദ്രൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിനകത്ത് ജയേന്ദ്രനെതിരെ കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകരാണ് ഞാൻ. എന്റെ ഒരു ഒറ്റ സംശയം ഇതാണ്, കോടതിയിലും ചോദിച്ചതാണ്. ഈ നാട്ടില് ഇപ്പൊ ഇവിടെ നമ്മുടെ എറണാകുളത്ത് അവിടെ കളമശ്ശേരിയിൽ HMTന്റെ ഭൂമി കിടപ്പുണ്ട്. ആ ഭൂമിയിൽ കുറെ പന്നി പെറ്റ് വന്ന് അവിടെ തന്നെ ഉണ്ടായി വരുന്നുണ്ട്. ആ പന്നിനെ കാട്ടുപന്നി എന്ന് വിളിക്കുമോ, HMT പന്നി എന്ന് വിളിക്കുമോ? ആനയെല്ലാം കാട്ടാനയാ താത്വികമായിട്ട്.
പക്ഷെ നാട്ടിലുള്ള ആനയെ നമ്മൾ നാട്ടാനെന്നാ വിളിക്കണേ. അപ്പൊ അങ്ങനെ ചേട്ടാ ഈ നാട്ടുപന്നീനെ മുഴുവൻ കൊല്ലാനങ്ങ് സമ്മതിച്ചാൽ മതി, പ്രശ്നം തീർന്നു. ആലപ്പുഴയിലെയും എറണാകുളത്തെയും അതിനെ വളർത്താൻ മതി. ഈ പന്നികളെ മൊത്തം സാറ് കൊണ്ടുപോയി വളർത്തിയാലോ? എനിക്ക് അതിന് കഴിവ് തന്നാൽ ഞാൻ വളർത്താം. കാര്യം അല്ല, ഈ മൃഗസ്നേഹികളോട് സുപ്രീം കോടതി ചോദിച്ചല്ലോ. അല്ല, ഉറപ്പായിട്ടും. അല്ല, ഈ പട്ടികളെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തും. അല്ല, ബഹുമാനായിട്ട് മുണ്ടമറ്റം ചെയ്യാൻ ഈ പന്നികളെ മാത്രമല്ല ഇതുപോലത്തെ മുഴുവൻ സാധനത്തിനും വീട്ടിൽ കൊണ്ട് വളർത്താൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളാണ്. അതിന് പറ്റോ പറ്റില്ലോ എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹം ഇതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ സുപ്രീം കോടതി പറഞ്ഞു. ഇപ്പൊ സുപ്രീം കോടതി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ഭരണഘടനയെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആളുകളുടെ ശേഷിക്കും വ്യവസ്ഥയ്ക്കും അനുസരിച്ചിട്ടല്ല, ആളുകളുടെ ഉത്തരവാദിത്തമാണ് അത് സംരക്ഷിക്കാൻ. ഇത് ഈ കാട്ടുപന്നികളെ ഈ ഫോറസ്റ്റ് ചെയ്യുന്നത് അവര് അത് ഈ പറഞ്ഞിട്ട് ഈ പന്നികളെ ഇത് ചത്തു കഴിഞ്ഞാൽ, ആക്രമണം ഇട്ട് ചത്തു കഴിഞ്ഞാൽ ഇതിനെ ഇവര് മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് കുഴിച്ചിടുന്നത്. പക്ഷേ ഇവരത് വളരെ വിരോധാഭാസം ചെയ്യണം. ഈ സംഭവം, ഈ സാധനത്തിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലേലം വിളിച്ച് ജനങ്ങൾക്ക് കൊടുത്താൽ അത് ഈ സർക്കാരിന് ഒരു വരുമാനമല്ലേ? ഇത് ചെയ്യുന്നില്ല, ഈ ഫോറസ്റ്റ് ചെയ്യുന്നത് ഇതിനെ വേറെ ആരും ഉപയോഗിക്കുന്നത് മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുന്നു, മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുന്നു. അത് ശരിയായ ചെയ്ത് മനുഷ്യന് തിന്നാൻ കൊടുക്കണ്ട, സൂയി കിടക്കുന്ന കടുവയ്ക്കും പുലിക്കും തിന്നാൻ കൊടുക്കാൻ പാടില്ല. ഉദ്യോഗസ്ഥനും പ്രവർത്തിക്കുന്നത് ഓരോ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഒരു മറുപടി. ഒരു മിനിറ്റ് ആരും ബഹളം ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഇല്ല, ബഹളമൊന്നുമില്ല. ഇതിനുള്ള മറുപടി പറയാം. അതായത് ഞാൻ ഈ പറഞ്ഞല്ലോ, IBPN-ന്റെ UN-ന്റെ ഈ 2002 ഗൈഡ് ലൈൻസ് വന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഈ സസ്റ്റൈനബിൾ യൂസ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയിലെ പല പരിസ്ഥിതി സംഘടനകളും പ്രവർത്തിക്കുന്നത് അമേരിക്കൻ ഫിഷ് ആൻഡ് അനിമൽ ആൻഡ് ഫിഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടെ. അത് ഇൻ്റർനാഷണൽ ഫണ്ടിങ് ഏജൻസിയാണ്. നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ അമേരിക്കയുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഇറക്കി. ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മ്യൂണിക്കയിൽ 21 സ്പീഷീസുകളെ കൊന്നു തിന്നണമെന്ന് പറഞ്ഞു, ഭക്ഷിച്ച് ശീലിക്കണം എന്ന് പറഞ്ഞു. പ്രൊട്ടക്റ്റഡ് ആയിട്ട് നേരത്തെ സംരക്ഷിച്ചിരുന്നതാണ്. അതിനകത്ത് 7 എണ്ണം മൃഗങ്ങളും ബാക്കിയുള്ളത് മീനുമാണ്. ആ 7 മൃഗങ്ങളിൽ അവരൊന്ന് പറയുന്നത് കാട്ടുപന്നിയാണ്. ആ കമ്മ്യൂണിക്കയിൽ കൃത്യമായി പറയുവാണ് കാട്ടുപന്നിയെ ആളുകൾ ഭക്ഷിച്ച് ശീലിക്കണം. നല്ല പോഷക ഗുണമുള്ള പ്രോട്ടീനുള്ള ഭക്ഷണമാണ്, നല്ല രുചിയുള്ള ഭക്ഷണമാണ്. അല്ല, അതിനുശേഷം 20 മില്യൺ കാട്ടുപന്നികളെ അമേരിക്കയിൽ കൊന്നു. അപ്പൊ ഇതാണ് ശാസ്ത്രീയമായ സമീപനം. ഈ സമീപനം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പുറകോട്ട് നടക്കുന്നത്. അപ്പൊ ഞാനിത് ആദ്യം മുതൽ പറയുന്നത് എന്താ, ഈ വിഷയത്തിൽ അത് ഇവിടെ സംരക്ഷിക്കേണ്ടെന്നല്ല, സംരക്ഷിക്കണം. ഇതിനെ കൃത്യമായി സംരക്ഷിക്കണം. ആ സംരക്ഷിക്കുന്നതിന് ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവണം, അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവണം. അതിന് ലോകത്താകമാനമുള്ള മാതൃകകളെ നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ ഇവിടെ ഇരുന്ന് നമ്മൾ മുട്ടായുക്തി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്കൊരു ഇടവേള പോകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.